റിയാലിറ്റീസ് മാർച്ച് 31, 2025. താങ്കളുടെ വാക്കുകൾ ജീവൻ വഹിക്കുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ വാക്കുകളിലൂടെ ജീവൻ പ്രവഹിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ ജീവനെ വഹിക്കുന്നു. അതിനാൽ തന്നെ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അനുകൂലിക്കുന്ന രീതിയിലുള്ള സംസാരം നിങ്ങളിൽ നിന്നും ഉണ്ടായിക്കൂടാ. സകലത്തിലും വിജയം തന്നെ പ്രഖ്യാപിക്കുക. നിങ്ങളുടെ വായിൽ ശരിയായ വാക്കുകൾ മാത്രം എപ്പോഴും ആയിരിക്കട്ടെ. നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചല്ല, പ്രത്യുത ദൈവഹിതവുമായി ഒത്തുപോകുന്ന രീതിയിൽ മാത്രം സംസാരിക്കുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് പറയുന്നത് പോലെ തന്നെ സംഭവിക്കും എന്ന് യേശു മർക്കോസിന് സുവിശേഷം 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു. ദൈവം തന്നെയാണ് ഈ സമ്പ്രദായം നമുക്ക് നൽകിയത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ദൈവം സകലത്തെയും ഉളവാക്കിയത് നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നു. ഊർജം മാത്രമല്ല, ജീവനും വാക്കുകളിൽ തന്നെ അടങ്ങിയിരിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യത്തിൽ യേശു പറയുന്നതെന്തെന്ന് മനസ്സിലാക്കുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമല്ലോ. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു എന്ന കാര്യം ഓർക്കുക. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം. അതിനാൽ യേശുവിനെ പോലെ തന്നെ നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളും ആത്മാവും ജീവനുമത്രേ. ഹല്ലേലൂയ. ജീവിതത്തിലുള്ള സകലവും വാക്കുകളോട് പ്രതികരിക്കത്തക്ക വിധം തന്നെയാണ് ദൈവം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാരണം സകലവും സൃഷ്ടിക്കപ്പെട്ടത് വചനത്താലത്രേ. ഉദാഹരണമായി സംഖ്യാപുസ്തകം 20-ാം അധ്യായം 8-ാം വാക്യത്തിൽ പാറയോട് സംസാരിക്കുവാൻ ദൈവം മോശയോട് കൽപ്പിക്കുന്നു. യഹോവ മോശയോട്, നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുകെ പാറയോട് കൽപ്പിക്കാം, എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണം എന്ന് അരുളി ചെയ്തു. പാറയോട് കൽപ്പിക്കുവാൻ ദൈവം മോശയോട് പറയുവാൻ കാരണം പാറയ്ക്ക് ജീവനും ബുദ്ധിയും ഓർമ്മയും ഉള്ളത് കൊണ്ടാണ്. ദൈവം സംസാരിച്ച വചനത്തിലൂടെയാണ് സർവ്വസൃഷ്ടിയും ഉളവായതെങ്കിൽ ഈ സംസാരിച്ച വചനത്തിലൂടെയാണ് സർവ്വസൃഷ്ടിയും. ഈ ശബ്ദസംഗ്രഹം സകലത്തിൻ്റെയും തന്മാത്രകളിൽ അടങ്ങിയിരിക്കുന്നുണ്ടാവും. അപ്രകാരം അവയ്ക്കെല്ലാം നമ്മുടെ വാക്കുകളുടെ ശബ്ദത്തോട് പ്രതികരിക്കുവാൻ സാധിക്കും. അതിനാൽ ശരിയായ ശബ്ദസംഗ്രഹങ്ങൾ, വാക്കുകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവൻ ഉളവാക്കിയെടുക്കും വിധമുള്ള വാക്കുകൾ ഉപയോഗിക്കുക. ഇപ്രകാരം നിങ്ങളുടെ ജീവിതം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കുള്ളതാകട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ഏറ്റു പറയാം. എൻ്റെ ജീവിതം ദൈവമഹത്വത്തിനായുള്ളതത്രേ. ദൈവികമായ പരിജ്ഞാനം എൻ്റെ വാക്കുകളിൽ മുഴങ്ങുകയും എൻ്റെ പ്രവർത്തികളിൽ ദൃശ്യമാവുകയും ചെയ്യുന്നു. ദൈവവചനം എൻ്റെ ജീവിതത്തിൽ പ്രബലമാകുകയും എന്നെ വിജയത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉയർന്ന തലങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഞാൻ ദൈവിക ആരോഗ്യത്തോടെ നടക്കുന്നു. സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും തന്നെ എപ്പോഴും വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. തുടർ പഠനത്തിന് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം.